ഇപ്പം എങ്ങനെ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞു ഈ വണ്ടിയുടെ വീഡിയോ മാത്രം ഇടാതെ കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഇടുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോട് ഷെയർ കൊടുക്കാം. അപ്പോൾ അവർ റിവ്യൂസ് കൂടെ നമുക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞു. കുറച്ച് കുക്കിംഗ് അറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കൻ കറി ഉണ്ടാക്കാം, വെറൈറ്റി ചിക്കൻ കറി ഉണ്ടാക്കാം, അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അവർക്ക് അവളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാമല്ലോ വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. ഓക്കെ, ഇതാണ് കടൻ്റെ മുതലാളി. അവന് വീഡിയോ വരുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവനെ ഏൽപ്പിച്ചാണ്. ഇങ്ങോട്ടൊക്കെ നോക്കണം. ഇവിടെ നമുക്ക് കൂടുതൽ എത്ര വേണമെങ്കിലും കൂടുതൽ ഇട്ടു കേട്ടോ. അവിടെ പേരുടെ തവക്കൽ ചിക്കൻ സ്റ്റാൾ. കോഴി പൂവൻ കോഴി കോഴി ഇതാണ് ഇവിടുത്തെ മെയിൻ. കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ചെങ്ങായിന്റെ വാപ്പയാണ്. അപ്പൊ മൂപ്പര് പറഞ്ഞത് ആ വീട്ടിൽ കൊണ്ടായി കൊടുക്കണം. അപ്പൊ നമ്മൾ വീട്ടിൽ കൊണ്ട് ആക്കാൻ വേണ്ടി പോവാണ്. അതാ വീട്ടിലെത്തിയിട്ട് പറയാൻ പറഞ്ഞു മൂപ്പര്. നമ്മൾ തിരിച്ചു കൊണ്ട് കഴിച്ചു. എന്തോ വരാൻ പോകുന്നു എന്ന് മനസ്സ് പറയുന്നു. കൂട്ടുകാരൻ്റെ വാപ്പനെ വീട്ടിൽ കൊണ്ടുപോയി അങ്ങാടി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അത് വാങ്ങാൻ വന്നപ്പോൾ അങ്ങാടി തന്നെ കാഴ്ചയാണ്. കാറ്റ് എന്ന് പറഞ്ഞാൽ പെരുങ്കാറ്റ്. നല്ല കാറ്റ് വന്നു. അതിനുശേഷം നല്ല മഴയും വന്നു. അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഞാനീ കാണിക്കുന്നത്. വിഷയം കസേര അവിടെ അവിടെ ഒന്നും അറിയാം പോലെ പോട്ടെ 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 വാ വാ. അത് കിട്ടി. ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇവരെന്തായി കാണിക്കുന്നതെന്ന് ആരും ഓർക്കണ്ട. നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഗൈസ്, സവാള സ്പീഡിൽ കുനുകുനാന്നറിയുന്നത് റെക്കോർഡ് ചെയ്യാനായിട്ട് വിട്ടുപോയി. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചു, എണ്ണ പോരായിട്ട് കുറച്ചുകൂടി ഒഴിച്ചു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സവാള ചേർത്ത് കൊടുക്കാം. സവാള വാടുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തക്കാളി അരിയാനുണ്ട്. തരിയാൻ പോകും. ഓക്കെ, ഇപ്പോൾ നമ്മൾ തക്കാളി അരിയുമ്പോഴത്തേന് ഉള്ളി കഴിഞ്ഞ് പോയെന്ന് വെച്ച് പെട്ടെന്ന് വന്ന് നോക്കിയാണ്. ഉള്ളിക്ക് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. വളവാടി വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൂടെ സെറ്റ് ചെയ്യാം. ഇതെന്താ വെച്ചാൽ ഗൾഫിൽ നമ്മൾ പെട്ടെന്ന് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള ആ ഒരു ഇതാണ്. അല്ലെങ്കിൽ എല്ലാം കൂടി പീസാക്കി വെച്ചിട്ട് എന്താ പറയുക ഒരുമിച്ച് സാവധാനം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. നമ്മൾ ആ ഒരു ശൈലിയിൽ പ്രിപ്പയർ ചെയ്ത് ശീലിച്ചതുകൊണ്ട് നമ്മൾ ഉള്ളി കട്ട് ചെയ്തിട്ട് ഉടനെ തന്നെ വെച്ച് പാത്രം ചൂടാക്കി വാട്ടി അപ്പത്തിനും തക്കാളി അങ്ങനെ ഒരു ഇതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാം.
പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കുന്ന ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, നല്ല നല്ല ഇതിൻ്റെ റിപ്ലൈ പോലെ ഇരിക്കും നമ്മൾ അടുത്ത നല്ല നല്ല വേറെ വീഡിയോസൊക്കെ ഇടുന്നത്. ഓക്കെ, ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നമ്മളൊരു 5 പച്ചമുളക് കീറിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇവിടെ കിടന്ന് വാടി അതിൻ്റെ എരിവൊക്കെ ഒന്ന് ഇറങ്ങട്ടെ സവാളയിലോട്ട്. സവാള വാട്ടുമ്പോൾ തന്നെ ഉപ്പിട്ടാൽ ഇത് പെട്ടെന്ന് വാടി കിട്ടും. പക്ഷെ എനിക്കെന്തോ സവാള വാടുമ്പോൾ ഉപ്പിട്ടാൽ ടേസ്റ്റ് കുറയുമോ എന്നൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് കുറച്ചിടാം, കല്ലുപ്പിട്ടോ. നമ്മൾ ഇപ്പോൾ അല്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടി ഇട്ടിട്ടുണ്ട്. കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കല്ലുപ്പാണ് ഇടുന്നത്, കുറച്ച് ആവശ്യത്തിന് ഇടാം. കുറച്ച് കറിവേപ്പില ഉള്ളിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ കഴുകിയെടുക്കാം. നല്ല ചോരൊക്കെ ഉണ്ട്, അപ്പോൾ വൃത്തി കഴുകിയെടുക്കുന്നത്. സവാള നന്നായിട്ട് വഴറ്റണം. ഒരു ബ്രൗണിഷ് കളറാവുന്ന വരെ നമുക്ക് വഴറ്റണം. ഏകദേശം നല്ല മാറി വരുന്നുണ്ട്. ഈ വൈകാതെ തന്നെ നമുക്ക് തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം. പതിവില്ലാതെ തന്നെ അടുക്കള കണ്ടപ്പോൾ അത് വാട്ടം നോക്കാണ് എന്താണ് ഉണ്ടാക്കുന്നത്. സവാള ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തക്കാളി ചേർത്ത് നോക്കാം. തക്കാളി ഞാൻ ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്, പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട്. തക്കാളി കൂടി ഒന്ന് വാടി നന്നായിട്ട് ഉടഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയും വാടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കൂടെ മറിഞ്ഞ് വീണേ. അപ്പുറത്ത് മുമ്പ് ഇന്ന് ചിരിക്കുന്നുണ്ട്. തക്കാളി ഇപ്പോൾ ഒന്നും കാണിക്കുന്നില്ല. തക്കാളി ഞാൻ ആദ്യം പാകത്തിലിട്ടിരുന്നു. ഉമ്മച്ചിന് നോക്കാൻ പറഞ്ഞു, ഉമ്മച്ചി റെഡിയാന്ന് പറഞ്ഞു. ഞാൻ വലിയ മമ്മൂട്ടി ഒരു അക്കോയും കൂടെ മുറിച്ചിട്ട് തക്കാളി അല്പം കൂടിയിട്ടുണ്ടോയെന്ന് ചെറിയ സംശയമില്ല. പക്ഷെ നമുക്ക് കറിക്ക് കുറച്ച് പുളി കൂടിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് മസാല ഇടാം. മുളകും മല്ലിയും ഒക്കെ ഇടാം. എത്ര അളവൊന്നും എന്നോട് ചോദിക്കരുത്, കാരണം ഞാനൊരു സുമാറ് വീട്ടിൽ കളർ മാറിയിട്ടുണ്ടോ നോക്കും. കളർ കുറച്ച് കൂടുതൽ വെക്കണം, കാരണം ഇതിന് ഭയങ്കര ചേർക്കാൻ കാണുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ നോക്കല്. വായിച്ച അല്പം കൂടി ഇതെന്തുകൂടിയാ തമ്മേ? മഞ്ഞപ്പൊടിയോ? ഗരം മസാല അല്ലേ? ഗരം മസാല ഒരല്പം ഇട്ടിട്ടുണ്ട്. മഞ്ഞപ്പൊടി കുറച്ചിട്ടില്ല. മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉരുളക്കിഴങ്ങ് ഇടാം. എനിക്ക് ഈ ചിക്കൻ കറിയിൽ ചിക്കനെക്കാട്ടും ഇഷ്ടം ഈ ഉരുളക്കിഴങ്ങാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അധികം ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത്. അധികം ഇത് വാട്ടി കഴിഞ്ഞാൽ പിന്നെ വേഗം പണിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചിക്കനും കൂടി ഇടാം. കഴുകി വൃത്തിയാക്കി വെള്ളം ഊറ്റി വെച്ച ചിക്കൻ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് വെക്കാം. ഈ ചിക്കന് ഇങ്ങനെ ഇട്ടാനുള്ള മെച്ചം എന്താ വെച്ചാൽ ഈ ചിക്കനിന് വെള്ളം ഊറി വരും. ഇങ്ങനെയായാലും ചിക്കനകത്ത് വെള്ളം ഉണ്ടാവും. ആ വെള്ളം ഊറി വന്നിട്ട് ആ വെള്ളത്തിൽ കുക്കാകുമ്പം ചിക്കനിലേക്ക് എല്ലാ എന്താ പറയുക സ്പൈസസും ഉപ്പും എല്ലാം പിടിക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. നോക്കി കുറേ ആയിരിക്കും ഉണ്ടാക്കിയിട്ട്. സംഭവം അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് പാളുന്നുണ്ടെങ്കിലും ഫൈനൽ ടേസ്റ്റ് ചിലപ്പം റെഡിയാകാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ റെഡിയായില്ലെങ്കിൽ നമ്മൾ മറ്റേ പണ്ട് ആ പയ്യൻ പറഞ്ഞാൽ പറയേണ്ടി വരും. ചിലവലത്തെ റെഡിയാവും, ചിലവലത്തെ റെഡിയാവില്ല. ഇന്ത്യത് റെഡിയായില്ല എന്ന് പറയേണ്ടി വരും. എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇത് റെഡിയാവുന്നതാണ്. നമുക്കിതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് കഴിക്കണം. ഇപ്പം തന്നെ ചിക്കനകത്ത് വെള്ളമൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ച് നേരം അടച്ച് വെച്ച് കഴിക്കാം. ഓക്കെ, ഇനി നമുക്കിത് കുറച്ച് നേരം മൂടി വെച്ച് കഴിക്കാം. നമുക്കിത് മൂടി ഒന്ന് തുറന്ന് നോക്കാം എന്തായിരുന്നത്. ഇപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ടോ നോക്കാം. ചെറുങ്ങനെ ചെറിയ നനവൊക്കെ വന്നിട്ടുണ്ട്. ഇറ്റ് മീൻസ് വെള്ളം ഇറങ്ങുന്നുണ്ട്. ഇറങ്ങിക്കോട്ടെ. നമുക്കൊന്നും കൂടെ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. പയ്യെ എന്താ പറയുക വെള്ളം ഇറങ്ങിക്കോട്ടെ എന്ന് ഓർത്തിട്ട്. സ്ലോ കുക്ക് ചെയ്താൽ ടേസ്റ്റ് കൂടുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, വീണ്ടും നമ്മൾ അടച്ചു വെച്ചു. പാത്രത്തിൻ്റെ അടപ്പിലൂടെ ആവിയൊക്കെ വരുന്നുണ്ട്. തുറന്ന് നോക്കാം. ഞാനൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല. കണ്ടില്ലേ, അപ്പോൾ വെള്ളം ഊരി നിൽക്കുന്നുണ്ടോ? അത്യാവശ്യം വെള്ളമായിട്ടുണ്ട്. ഇതൊക്കെ ചിക്കനിലൊക്കെ വരുന്ന ഇറങ്ങുന്ന വെള്ളമാണ്. ഇപ്പോൾ ഏകദേശം ചെറുതായിട്ട് ഇതൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കാം എന്തെങ്കിലും ഉപ്പോ മുളക് എന്തെങ്കിലും കുറവുണ്ടോയെന്ന്. ഞാൻ ഓക്കെയാണെന്ന് തോന്നുന്നുണ്ട്. ചെറിയൊരു പുളി കുറവുണ്ട്. ഞാൻ സാധാരണ ഈ എന്താ ഗാർലിക് ജിഞ്ചറിൻ്റെ പേസ്റ്റ് ഇടാറുണ്ട്. അത് അത്യാവശ്യം പുളിയുണ്ട്. എനിക്ക് അങ്ങനെ പുളിയുള്ളത് നല്ല ഇഷ്ടമാണ്. ഞാൻ അത് ചേർക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വേഗം വെക്കാം. ഓക്കെ, നമ്മുടെ ഇവിടെ കുഴൽക്കിണറായതുകൊണ്ട് പ്യൂരിഫയർ വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിന് ചുവ വ്യത്യാസമുണ്ട്. പ്യൂരിഫയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുക്കണം. ഇന്ന് ചില സമയത്ത് ഈ വെള്ളം മോട്ടർ അടിച്ച ഉടനെയൊക്കെ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഭയങ്കര ചുവയായിരിക്കും. അപ്പോൾ നമുക്ക് പ്യൂരിഫയറിൽ എടുത്ത വെള്ളം ചേർത്ത് അധികം ചേർക്കുന്നില്ല. ഞാൻ ആവശ്യത്തിന് ഇത് വേവാൻ വേണ്ടി മാത്രം. ചെറിയ കളർ കുറവുണ്ട്. ഇത് പോലെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ചുകൂടെ ഇട്ടെടുക്കേണ്ടി വരും. അധികം എരിവായി കഴിഞ്ഞാൽ ഇവിടെ ആദ്യം ഇതില്ല. അതുകൊണ്ട് ഓവറാക്കാതിരുന്നാണ് ഞാൻ. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. നന്നായിട്ട് വെന്തോട്ടെ. കറി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർക്കാം. ക്യാപ്സിക്കത്തിന് വേവ് കുറവായിട്ടാണ് ഞാൻ അവസാനം ചേർത്ത്. കുറച്ച് വലുതാക്കിയിട്ട് തന്നെ ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ കറങ്ങി പോകണ്ടെന്ന് വെച്ചിട്ട്. ഓക്കെ, നമ്മളധികം ചാറില്ലാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ കിഴങ്ങിൻ്റെ വേവാണ് ചിക്കൻ്റെ വേവ്. കിഴങ്ങ് വേവുമ്പോഴത്തേക്കും ശരിക്കും ചിക്കനും വെന്തില്ല. ഇത് ഇവരോട് കളിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോകുന്നതാണ്. ഇപ്പോൾ വരാം കേട്ടോ. ഇവിടെ കറി ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ വരാം.
ലേശം കൂടി ഉപ്പിടാം. നമുക്ക് ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട്. കറി ഏതാണ്ട് ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കുന്നമ്മേ. ഇതാ ടേസ്റ്റ് നോക്കാം. പാത്രം എടുക്ക്. ടേസ്റ്റ് ചിക്കൻ വേണം. നോക്കാം. കാണാൻ വലിയ ലുക്കില്ലെന്നേ ഉള്ളൂ. ടേസ്റ്റ് വലിയ കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഉണ്ടോ? താങ്ക് യു. അപ്പോൾ ഇതാണ് നമ്മളുള്ള ഉണ്ടാക്കിയ ഓൾറെഡി അയൽപക്കത്തേക്കും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ ചാനലിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടല്ലാത്തൊരു വീഡിയോ ആണ്. എങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ഒക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും മഅസ്സലാമ.